എനിക്ക് കാശ് അതൊന്നും വേണ്ട വേണ്ട കാശ് തന്നേ പറ്റൂ. കാശ് അത് വേണ്ട. ഞാൻ കുറെ കണ്ടതാ. ശബ്ദം ഉണ്ടാക്കരുത്. കോപിക്കുന്ന എന്തിനാ? ജോലി ചെയ്ത പണം താ, ഞങ്ങളങ്ങ് പോയേക്കാം. അന്നെനിക്ക് കയ്യില് പുതുവാ, എങ്കിലും തന്നാ. കണ്ടിയൂർ സരസ്വതി അങ്ങ് പൂരിന്ന് കൊണ്ടുവന്നതാ. പൂരിന്നോ? അല്ലടി പെണ്ണെ, സിംഗപ്പൂരിന്ന്. റോമിയോ. സമയം എന്തരായെന്നാ? നിന്റെ കണ്ടിക്കുരുവോ? എന്താ നോക്ക്. നടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. എനിക്ക് ആവശ്യം ഭാര്യയെ, നടിയെ. എന്താണ് നടിയെന്ന് പറയുമ്പോൾ ഒരു പുച്ഛം? പുച്ഛം എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ. അഭിനയ രംഗത്തേക്ക് തിരിച്ചു പോകാനല്ല ഞാൻ ഭാര്യയായത്. സിനിമയിൽ ചേട്ടന് ചാൻസ് കുറവ്. സാമ്പത്തികമായി നമ്മൾ തകർന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ചാൻസുകൾ ഞാൻ സ്വീകരിക്കും. 4-5 വർഷം നടിയല്ലാതെ ജീവിച്ചിട്ട് നിനക്ക് എന്ത് കുറവുണ്ടായി? കുറവേ ഉള്ളൂ. 4 പേരുടെ മുന്നിൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് നടക്കാൻ ഒക്കാതെയായി. ഫോറിൻ വേഷങ്ങളിൽ ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഇന്റിമേറ്റും പൂശി നടക്കുന്നതാണോ സ്റ്റാറ്റസ്? കവിതയും തത്വശാസ്ത്രമല്ല ജീവിതം. എനിക്ക് എന്റേതായ ജീവിത തത്വശാസ്ത്രമുണ്ട്. അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. നീ എന്നെ ക്ഷമ പരിശോധിച്ച് നോക്കിയോ? നീ എവിടെ നിന്ന് വന്നു? ഇപ്പോഴെവിടെ നിൽക്കും? എല്ലാം ആലോചിച്ച് തന്നെയാണ് പറയുന്നത്. എന്നോളം കഴിവില്ലാത്തവർ ഇന്ന് സിനിമാ രംഗത്ത് ഉന്നതരായി. എന്റെ ഭാവി നശിച്ചു. നിന്റെ ശോഭനമായ ഭാവിക്ക് ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഗഫൂർ, ഇയാൾ ഖാദർ. ഞങ്ങൾ ദുബായിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. എനിക്ക് ഫോറിൻ സാധനങ്ങൾ വലിയ താല്പര്യമില്ല. വന്ന കാര്യം പറയും. വന്ന കാര്യം ഇത് വിഷയമാണ്. തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും സാറ് തന്നെ എഴുതി തരണം. കഥയോ? കഥ എന്റേതാണ്. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തരാം. ത്രില്ലിംഗ് സ്റ്റോറി. കൊള്ളസംഘത്തിൽ അകപ്പെട്ട ഒരു മധുര 17-കാരിയുടെ തടവറജാത്തുകൾ ഘോര സംഘടനകൾ. മതി, മനസ്സിലായി. ഇല്ല സാർ, ഇനിയുമുണ്ട്. പറയണ്ട, എഴുതി വെച്ചിരുന്നാ മതി. എഴുതാനാണ് സാറിനെ കാണാൻ വന്നത്. ഇതിൽ 2 ഹീറോസ്, ഞങ്ങൾ 2 പേരും, 2 നായികമാരും വേണം. വന്നവരോട് ഞാൻ പോകാൻ പറയാറില്ല. പക്ഷേ നിങ്ങളോട് ഞാനത് പറയും. ക്ഷമിക്കണം, നിങ്ങൾ ചെറുപ്പക്കാർ ഇങ്ങനെ സിനിമാ കമ്പം കയറി നശിക്കാതിരിക്കുന്നു. ഒരു ഡയറക്ടർ കേലപ്പൻ വിളിച്ചിരുന്നു. ചേട്ടനെ അറിയുമെന്ന് പറഞ്ഞു. ഉടനെ വരുമെന്നും പറഞ്ഞു. മോന് സാനിറ്റൈസർ കഴിച്ചു? ഇല്ല, അമ്മ വന്നില്ല. എന്റെ അമ്മയ്ക്ക് അതിനൊന്നും സമയമില്ലോ. സമയമുള്ള അച്ഛനുണ്ടല്ലോ, അച്ഛനും ഇതൊക്കെ ചെയ്യാം. നിനക്ക് പിന്നെ എന്താ ജോലി? ഇന്നെങ്കിലും അമ്മയച്ഛനും വഴക്കൂടല്ലേ. നിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ പണി എന്നെ കുറ്റപ്പെടുത്തലാണ്. അതിലെന്താണ് തെറ്റ്? രതി, നീ പ്രപഞ്ച രഹസ്യത്തെ പോലും തിരുത്തി കുറിക്കുക. അമ്മ എന്ന 2 അക്ഷരത്തിന്റെ മഹത്വവും ഭാര്യ എന്ന പദത്തിന്റെ ഭാവനത്വവും മറന്നു നീ എന്തൊക്കെയോ ആകാൻ ശ്രമിക്കും. Hello, Mr. Kumar. How are you? Okay? This is my ADC. Kolapan. No. That one day. Now, I the director, producer, scripter, Mr. A.L. Afan. Oh, you are? Yes, I are. മലയാളം സംസാരിക്കണോ കോലപ്പ? Sorry, Mr. Kumar. After my touring, I always English. എനിക്ക് മലയാളം വളരെ വരാണ്. പേരൊക്കെ മതി. ആരാധകരല്ലേ KL
കാര്യം പറയണം. ബൈ മിസ്റ്റർ കുമാർ, നമ്മുടെ ഖാദർ ഗഫൂർ കമ്പനീസ് ഒരു പുതിയ പടം എടുക്കുന്നു. സ്റ്റോറി, ഡയലോഗ്, ഡയറക്ഷൻ, എവറിത്തിങ് ഡൂയിങ് ഐ ആം. ഈ പാവങ്ങളെയും താൻ ചാക്കിട്ടു. സോറി, ഐ ആം നോട്ട് ടൈം. സോ കഥയും സംഭാഷണവും കുമാർ തന്നെ എഴുതണം. പണം ഡബിൾ തരാം. പക്ഷേ കഥ പുറത്തു വരുന്നത് എന്റെ പേരിലായിരിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇല്ലെങ്കിൽ പണം കൊടുത്താൽ കൂലിക്കെഴുത്തുകാരെ ഒരുപാട് കിട്ടും. റൈറ്റേഴ്സ് കൂലീസ് എടിയിടും. ഞാൻ കൂലിക്കെഴുതുന്നു. പണത്തിന് വേണ്ടി ഞാൻ എന്റെ പേരെ പണയം വെക്കില്ല. തറവാടിത്തും അന്തസ്സും പറഞ്ഞുകൊണ്ടിരുന്ന വയറ് നിറയില്ല. അയാൾ ഡബിൾ പേയ്മെന്റ് തരാമെന്നല്ലേ പറഞ്ഞത്? കാശ് വാങ്ങിച്ചോണ്ട് എഴുതി കൊടുത്തൂടെ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. കലാകാരന്റെ ഭാര്യയായത് കുടുംബിനിയായി കഴിയാനല്ല, കലാകാരിയാകാനാണ്. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ സിനിമയും കലയുമായിട്ട് എന്താ ബന്ധം? ശ്രീകുമാരൻ സാറ് കഴിവുള്ള സാഹിത്യകാരനാണ്, ശരിയാ. പക്ഷേ അദ്ദേഹത്തെ സിനിമാക്കാർക്ക് വേണം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സത്യം. വെളിച്ചത്തെടുത്ത ഇരുട്ടത്ത് കാണുന്ന കലയാ സിനിമ. നമ്മൾ ഇരുട്ടത്ത് തന്നെ തപ്പണം. ആ കോലപ്പ സാറിന്റെ ഓഫർ എല്ലാം സ്വീകരിക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല. രൂപരേഖ ഉണ്ടാക്കണം. അവിടെയും ചവിട്ടണം, ഇവിടെയും ചവിട്ടണം. ശ്രീകുമാരൻ സാറിന്റെ കാറിൽ സഞ്ചരിച്ച് ഈ ഫ്ലാറ്റിൽ താമസിച്ച് സാറിന്റെ ഭാര്യയായി ഇരുന്നുകൊണ്ട് നമുക്ക് പലതും നേടാം. ഞാൻ സഹായിക്കാം. കൃഷ്ണൻകുട്ടി പറഞ്ഞു വരുന്നത് ശ്രീകുമാർ സാറിനെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് അപ്പൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു ഉയരണം. പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ ആത്മാർത്ഥത കൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാനില്ല. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ശ്രീകുമാരൻ സാറിനോട് ചില കടപ്പാടുകളൊക്കെ കണ്ടേക്കാം. അതിലൊന്നും കാര്യമില്ലെന്നേ. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. പലതും മറക്കണം, പലരെയും.